എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ അമ്മു ഓസേപ്പച്ചൻ, സദർ അക്കാദമി ഫോർ നാട്യാൻരാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. ചിരിച്ചാണ് തുടങ്ങിയെങ്കിൽ കൂടിയും ഒത്തിരിയേറെ സങ്കടമുള്ളൊരു ദിവസമാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കലോത്സവം എന്ന് പറയുന്നത് കൾച്ചറൽ ഇവന്റിന്റെ കോമ്പറ്റീഷൻ ആണ് അല്ലെ. പക്ഷെ കൾച്ചറൽ പ്രോഗ്രാം നടത്തുമ്പോ തീരെ കൾച്ചർ ഇല്ലാണ്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് തുടങ്ങി നമ്മളുടെ കുട്ടികളും അതിന്റെ അധികൃതരും ഗുരുക്കന്മാരും എല്ലാവരും കൂടി വല്ലാണ്ട് കൾച്ചർ ഇല്ലാണ്ട് പെരുമാറാൻ തുടങ്ങുന്നു എന്നുള്ള കാഴ്ച ഫേസ്ബുക്കിൽ ബാക്ക് ടു ബാക്ക് വീഡിയോസ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോ റവന്യൂ മത്സരങ്ങൾ കഴിയുമ്പോഴും ഓരോ ഡിസ്ട്രിക്ട് കലോത്സവത്തിന്റെ ആ ഒരു വീഡിയോ പുറത്ത് വരുമ്പോഴും ഒത്തിരിയേറെ സങ്കടമാണ് ഇപ്പൊ തോന്നുന്നത്. ഒരു കലോത്സവ വേദിയുടെ ഓർമ്മ ഞങ്ങൾക്കൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ കാര്യം ശരിയാ, ഒത്തിരിയേറെ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, അർഹതയുള്ള പ്രൈസുകൾ പോയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിൽ കൂടിയും അത് വീണ്ടും വീണ്ടും തിരുത്തപ്പെടാനുള്ള, വീണ്ടും വീണ്ടും ഹാർഡ് വർക്ക് ചെയ്ത് തിരിച്ചു വരാനുള്ള, വീണ്ടും പരാജയം ഫയറായിട്ട് അടുത്ത റൗണ്ട് അസലായിട്ട് കളിക്കണം എന്നുള്ള ഒരു മെസ്സേജ് ഞങ്ങൾക്ക് തന്നെയും ഞങ്ങളുടെ ഗുരുക്കന്മാരും ഞങ്ങളുടെ സ്കൂളിലെ അധികൃതരും ഞങ്ങളുടെ പ്രിൻസിപ്പളും ഒക്കെ കൂടി ഞങ്ങൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്. പണ്ടത്തെ കലാതിലകങ്ങളോട്, പണ്ടത്തെ വിന്നേഴ്സിനോട്, സ്റ്റേറ്റ് വിന്നേഴ്സിനോട്, പണ്ടത്തെ ഗ്രൂപ്പ് ഡാൻസ് വിൻ ചെയ്ത ടീമിനോട്, പണ്ടത്തെ സ്കൂളിന്റെ പ്രിൻസിപ്പൽസിനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, ഇത്രയൊക്കെ അടിയാന്ന് ഉണ്ടായിരുന്നോ എന്നുള്ളത്. അടി കുട്ടികളാണ് ഇപ്പോ മുൻപിൽ നിൽക്കുന്നത്. എന്ത് സങ്കടം ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നമ്മളുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാണുന്നില്ലേ കേരളത്തിന്റെ? ഇത് നിങ്ങൾ സ്കൂളുകാർ കാണുന്നില്ലേ? നിങ്ങൾ പാരന്റ്സ് അത് ശ്രദ്ധിക്കുന്നില്ലേ? എന്ത് മോശം അവസ്ഥയാണ്. കുട്ടികൾക്ക് അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം വരണം, ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെ വരണം. അവര് ചോദിക്കുന്നത് ഒരു ഇവന്റ്, ഒരു കോമ്പറ്റീഷൻ കഴിയുമ്പോ കുട്ടികൾ ഒരു ടീമായിട്ട്, അധികം ഗ്രൂപ്പ് ഇവന്റ്സിനാണ് ഇപ്പൊ ഈ അടി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ജഡ്ജസിനെ തടഞ്ഞു നിർത്തുക, ജഡ്ജസിനെ കൂട്ടം കൂടി ഹരാസ് ചെയ്യുക, ജഡ്ജസിനൊന്നും അറിയില്ല എന്ന് പറയുക. ആരെ ഈ പറയുന്നത്? 12, 13, 14 വയസ്സുള്ള ചെറിയ കുട്ടികളാണ് പറയുന്നത്. മക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു പക്ഷെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടാവില്ല, പക്ഷെ ഈ കുട്ടികളുടെ പാരന്റ്സ് എല്ലാവരും തന്നെ എന്നെ കേൾക്കുന്നുണ്ടാവും. എനിക്കൊരു കാര്യം എന്റെ കുട്ടികളോട് പറയാനുണ്ട്. നിങ്ങൾ പാരന്റ്സ് ഒന്ന് അവരോട് ചോദിക്കണം, അവർക്ക് സത്യമായിട്ട് എന്താണ് കലയെ കുറിച്ച് ഇത്രയേറെ അറിയാവുന്നത്. ഇതിലെ ചില വീഡിയോസിൽ ഞാൻ കണ്ടു, ജഡ്ജസിന് ഞങ്ങൾ അസലായിട്ട് കളിച്ചു, ഞങ്ങൾ നന്നായിട്ട് കളിച്ചുകൊണ്ട് കളിക്കാത്തവർക്ക് കൊടുത്തേനെ. നിങ്ങൾ കളിക്കാത്തവർക്കാണെന്ന് പറയാൻ സത്യമായിട്ട് നിങ്ങൾക്ക് എന്തോരം അറിവുണ്ട് കലയെ കുറിച്ചിട്ട്. ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ച് അത്യാവശ്യം ഡിഗ്രി ഉള്ളവർക്ക് മാത്രമാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഈ കലോത്സവത്തില് ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും അവർക്ക് ഡിഗ്രി ഉള്ള ആൾക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ തന്നെയാണ് ജഡ്ജസ്. നിങ്ങൾ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളെയൊക്കെ തേജോവധം ചെയ്യുന്നതിന് ഒരു മയം വേണ്ടേ? നിങ്ങൾ പ്രായത്തിനെ മാനിക്കണ്ടേ? മക്കളെ, നിങ്ങൾ ഒരു കൾച്ചറൽ ഇവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളാണ് എന്ന് വെച്ചാൽ നിങ്ങൾ കലാകാരാണ്. കലാകാർക്ക് ആദ്യം വേണ്ടത് എന്താണ്? നമുക്കൊരു അടക്കവും ചിട്ടയും നമ്മളുടെ ജീവിതത്തിൽ വേണ്ടേ, നമ്മളുടെ പെരുമാറ്റത്തിൽ വേണ്ടേ? അല്ലാതെ നമ്മൾ ഗുണ്ടകളെ പോലെ ആവാനാണോ പരിശ്രമിക്കുന്നത്? വയലൻസ് ആണോ നമ്മൾ ഈ ലോകം മൊത്തം? ഇപ്പൊ ഫേസ്ബുക്കിലാണ് മക്കളെ ഇത് വരുന്നത്. ഫേസ്ബുക്കിൽ വന്നു കഴിയുമ്പോൾ ലോകം മൊത്തം കാണുവാണ്. നിങ്ങളെ എത്ര മോശമായിട്ട് ചിന്തിക്കും പുറത്തുനിന്നുള്ളവര്. നിങ്ങളെ ആരെയും ഒന്ന് നിയന്ത്രിക്കാൻ ആരും ഇല്ലേ എന്ന് അധികൃതരെ കുറിച്ച് ചിന്തിക്കില്ലേ? മക്കളെ, നിങ്ങൾ ആർട്ടിസ്റ്റുകളാണ്, നിങ്ങൾ കലാകാരാണ്. അതിൻ്റെതായിട്ടുള്ള അടക്കവും ചിട്ടയും വേണം. അല്ലാണ്ട് കലാകാര് ആ വേഷത്തിൽ വന്ന് നിന്ന് തർക്കിക്കുക. പിന്നെ ഒരു ഫേസ്ബുക്കിൽ ഇന്ന് കേട്ട മറ്റൊരു തമാശയാണ്, ഭരതനാട്യത്തിന് എന്തോ അർഹതയുള്ള ഒരു പ്രൈസ് കിട്ടിയില്ല, മോഹിനിയാട്ടം ചെലങ്ക ഇല്ലാണ്ട് കളിച്ചു അത്രേ. എന്തൊക്കെയാ മക്കളെ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത്? നിങ്ങൾക്ക് ഈ ചെലങ്കയുടെ വില കാശല്ല, അതിനൊരു സ്ഥാനമുണ്ട്. ചെലങ്ക എന്ന് പറയുന്നത് കെട്ടാൻ പറ്റുന്നത് ഒരു വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് ആ ചിലങ്ക എന്ന് പറയുന്ന അതിന്റെ ഡിവിനിറ്റി മനസ്സിലാകുന്നുണ്ടോ? നമ്മളായിട്ട് അത് വേണ്ട എന്ന്, ചിലങ്ക കെട്ടാണ്ട് ഞാൻ കളിക്കും എന്നൊക്കെ പറയുന്നത് വളരെ മോശാവസ്ഥയാ മക്കളെ. അത് നാളെ ഒരിക്കൽ നമുക്കത് ചിലങ്ക കെട്ടാനുള്ള ഒരു അവസരം ദൈവം തന്നില്ലെങ്കിലോ? നിങ്ങൾ എന്തുകൊണ്ട് അത് ചിന്തിക്കാത്തെ? ഇത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒന്നല്ലേ ആർട്സ് എന്ന് പറയുന്നത്? കലാകാർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ആൾക്കാരല്ലേ? ഇതാണോ നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് മക്കളെ? ഞാനും വന്നതാ, കോമ്പറ്റീഷൻ ഫീൽഡിൽ നിന്ന് ഞാനും കയറി വന്ന ആളാ.
എന്നെ ഇപ്പൊ ഈ അടുത്ത് നിങ്ങൾ ഇപ്പൊ പല വീഡിയോസിലും പറയുന്നുണ്ടല്ലോ ഇത് മൊത്തമായിട്ട് അഴിമതിയാന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അടുത്ത് സോൺ സി ICSE കോമ്പറ്റീഷന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ജഡ്ജായിട്ട്. ഞാൻ അതിന്റെ ജഡ്ജ്മെന്റ് കഴിഞ്ഞ് ആകെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ കുച്ചിപ്പുടിക്ക്. ആ 2 പേരുടെ ഒരു കറക്ഷൻസ് ഞാൻ പറഞ്ഞിട്ടാണ് ആ പ്രൈസ് അനൗൺസ് ചെയ്തത്. പിറ്റത്തെ ദിവസം ആ കുട്ടികളുടെ ടീച്ചർ എന്ന് അവകാശപ്പെടുന്ന ഒരാളെ എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ റിവ്യൂസ് ടീച്ചർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അതിന്റെ റിവ്യൂസ് എല്ലാം പറഞ്ഞ് ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ കുട്ടികൾ, അപ്പൊ ആ ടീച്ചർ എന്നോട് പറഞ്ഞത് അമ്മു പറഞ്ഞ റിവ്യൂ ആ കുട്ടികളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ടീച്ചറെ ഹേർട്ട് ചെയ്യാൻ മാത്രം ഞാനൊന്നും മോശമായിട്ട് പറഞ്ഞില്ല, കുട്ടികളുടെ കറക്ഷൻസാ പറഞ്ഞത്. അത് വേണ്ട ടീച്ചറെ, ഫസ്റ്റിനും സെക്കൻഡും സ്റ്റേറ്റ് കയറിപ്പോ. ടീച്ചറിന് ഈ സോണിലെ പ്രൈസ് വേണോ സ്റ്റേറ്റിലെ പ്രൈസ് വേണോ? കുട്ടികൾക്ക് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടട്ടെ, അതിനു വേണ്ടി ടീച്ചർ ഇത്ര കറക്ഷൻസ് ചെയ്തു കൊടുക്ക്. ഇത്രയും കറക്ഷൻസ് അവർക്കുണ്ട്, ഇത്രയും തെറ്റുകുറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്, ഇതെല്ലാം തിരുത്തി അവരെ കളിപ്പിക്കുക എന്ന് പറഞ്ഞ് ആ ടോപ്പിക് ആ ടീച്ചറും ഹാപ്പി ആയിട്ട് വെച്ചു, ഞാനും ഹാപ്പി ആയിട്ട് വെച്ചു. ടീച്ചർ പറഞ്ഞു, അമ്മു പറഞ്ഞ എല്ലാം എനിക്ക് മനസ്സിലായി, ഞാനത് ശ്രദ്ധിച്ച് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചോളാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാനിട്ട വീഡിയോ നിങ്ങൾ കണ്ടതാണ്, നമ്മൾ ആ കുച്ചിപ്പുടിയുടെ റിവ്യൂ പറഞ്ഞതും ഒക്കെ കണ്ടതാണ്. എന്റെ ഒരു വീഡിയോന്റെ താഴെ ആ കുട്ടികളുടെ ആരാണ് എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ആ കുട്ടികളെ ശരിക്കും അറിയാവുന്ന ആരോ ആണ്. അതിന്റെ താഴെ എഴുതി, നിങ്ങൾ കളിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ കുട്ടികൾക്കാണ് സ്റ്റേറ്റ് ഫസ്റ്റും സെക്കൻഡും എന്ന്. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ട് പോലുമില്ല, കളിക്കാൻ അർഹതയില്ലെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ആരാണ് ഈ വളച്ചൊടിക്കുന്നത്? ശരിക്കും അങ്ങനെ വളച്ചൊടിക്കപ്പെടുന്നില്ലേ നമ്മൾ പറയുന്ന കാര്യങ്ങള്? ഉടനെ ഞാൻ അതിന് മറുപടി, ദൈവം എന്റെ കൂടെ ആയതുകൊണ്ടും ഞാൻ കുറച്ച് ജെനുവിനായിട്ട് ചെയ്തതുകൊണ്ടും ഞാൻ ഉടനെ അതിന് മറുപടി അയച്ചു. ഞാൻ അർഹതയില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കറക്ഷൻസ്, നിങ്ങളുടെ ഗുരു എന്നെ വിളിച്ചപ്പോ ആ കുട്ടികളുടെ തെറ്റുകൾ പറഞ്ഞു കൊടുത്തു, അത് തിരുത്ത്, സ്റ്റേറ്റിലെ കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞത് നിങ്ങൾ അറിയുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കണക്കിൽ വെച്ച് നോക്കുവാണെങ്കിൽ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, ഞാൻ വരെ അഴിമതിക്കാരിയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞതുപോലെ എനിക്ക് വേറെന്തോ ദുരുദ്ദേശമുണ്ട് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടത് കൊണ്ട് തന്നെയല്ലേ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ വീഡിയോന്റെ താഴെ അങ്ങനെ ഒരു മെസ്സേജ് വന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇത് തന്നെയാ സംഭവിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, അധികൃതരും കുറെ പേര് കാണുന്നുണ്ടല്ലോ ഈ വീഡിയോ. എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ ഒരിക്കലും ഇതുപോലെ പെരുമാറില്ല. അവർക്ക് തനിയെ ഇങ്ങനൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വയലൻസിന് പോകാനോ അവർക്ക് അറിയില്ല. പിന്നിൽ നിന്ന് ആരോ ഇവരെ സ്ക്രൂ ചെയ്യുന്നുണ്ട്. സ്ക്രൂ ചെയ്ത് അവരിൽ വിഷം കുത്തി നിറയ്ക്കുന്നുണ്ട്. ഈ കുട്ടികൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു. എന്നാൽ നാട്ടുകാരെ കൊണ്ട് ജഡ്ജ് ചെയ്യിപ്പിച്ചാൽ പോരെ? എന്തിനാണ് പഠിച്ച കലാകാരന്മാരെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത്? ഞാനൊരു കലാകാരിയാണ്, ഞാൻ ഈ ജഡ്ജസ് ആയിട്ട് വരുന്നവരെ റെപ്രസെന്റേറ്റീവ് ആണ്. ഞാൻ ആ കലാകാർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നിങ്ങൾ ഈ അഴിമതി എന്ന് പറയുമ്പോ ഞങ്ങളെ വല്ലാണ്ടങ്ങ് ദ്രോഹിക്കുകയാണ് ആ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്നതിൽ കുറെയൊക്കെ വസ്തുത ഇല്ലാത്ത കാര്യങ്ങളുണ്ട് മക്കളെ. നിങ്ങൾ പാരന്റ്സ് ശ്രദ്ധിക്കുക, സ്കൂൾ അധികൃതരെ ശ്രദ്ധിക്കുക. എന്താണ് നമ്മൾ മാനേഴ്സ് പഠിപ്പിക്കേണ്ടത്? സ്കൂളിൽ നിന്നല്ലേ, വീട്ടിൽ നിന്ന് തുടങ്ങണം. അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കണം, വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. പക്ഷെ അത് നമ്മളൊരു സ്കൂളിനെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ടാണ് ഈ കുട്ടികൾ അത്രയും വരുന്നത്. ഈ സ്കൂളിന് എത്രയോ അപമാനമാണ്. കുട്ടികളുടെ പേരിനേക്കാൾ ഏറെ ഇന്ന സ്കൂളിൽ നിന്ന് വന്ന ടീം എന്ന് പറയുമ്പോ ലോകം മൊത്തത് കാണുകയാണ്. ഈ അടിയാണ് കാണുന്നത്. അല്ലെങ്കിൽ ചെറിയ പ്രായമുള്ള കുട്ടികൾ പ്രായം പോലും മാനിക്കാതെ ജഡ്ജസിനെ ചീത്ത പറയുക, ചിലവർ അടിക്കാൻ ചെല്ലുക. എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇത് കാണുന്നില്ലേ കേരളത്തിലെ? എന്തൊക്കെയാണ് ഇവിടെ ഈ കലോത്സവത്തിന്റെ പേരിൽ കലാപഭൂമിയാക്കി മാറ്റുവാണോ കലോത്സവത്തിനെ? എന്തിനു വേണ്ടി? പഠനത്തിന്റെ കൂടെ ഒരു കുട്ടികൾക്കൊരു ഉല്ലാസം കിട്ടാനും, മാനസികമായ ഒരു ഉല്ലാസം കിട്ടാനും, ഫിസിക്കലായിട്ട് അവരൊരു ഫിറ്റ് ആയിട്ട് ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളുടെ കേരള ഗവൺമെന്റ് എത്രയോ വർഷം മുൻപ് ഇങ്ങനെ ഒരു കലോത്സവം എടുത്തിട്ടു. അത് നല്ല നല്ല ആർട്ടിസ്റ്റുകളെ ബിൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാ. അതിനും വേണ്ടി ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കലാകാരല്ല ഇതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത്, നല്ല ഒന്നാന്തരം ഗുണ്ടകൾ ഉണ്ടാവും. ഇനി ഈ വിഷം തിരികെ കയറ്റുന്ന ടീച്ചേഴ്സ്, ഇതിന്റെ പിന്നിൽ ഇവന്റ് പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയായിരിക്കുള്ളൂ. അല്ലാണ്ട് കുട്ടികൾ ഞങ്ങൾ നന്നായിട്ട് കളിച്ചു, ഞങ്ങൾ അസലായിട്ട് കളിച്ചു, ആ ടീമിന് കിട്ടാൻ അർഹതയില്ലെന്ന് പറയാനായിട്ട് ഈ കുട്ടികൾക്ക് എന്ത് ഡാൻസ് അറിഞ്ഞേട്ടാ? അല്ലെ എന്ത് ഇവന്റ്, അവർ ഈ പറയുന്ന ഇവന്റിന്റെ എന്ത് കാര്യം അവർക്ക് അറിയാവുന്നേ? ആ ടീച്ചർ പഠിപ്പിച്ചു കൊടുത്തു, കുട്ടികൾ അത് അങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ വേറൊന്നും തന്നെ കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ പഠിപ്പിക്കുന്ന ആൾക്കാരും അതിന്റെ പിന്നിലുള്ള ചിലപ്പോ സ്കൂളിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ആരോ, അതാരാണ് ഇവരെ ഈ സ്ക്രൂ ചെയ്യുന്നതെന്ന് അറിയില്ല. അത് കണ്ടുപിടിക്കണം നമ്മൾ. ആരും ഈ കുട്ടികളെ ഭയങ്കരമായിട്ട് വിഷം ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാണ്. നിങ്ങൾക്ക് അർഹത ഉണ്ടായിരുന്നു, പോയി ചോദിച്ചു നോക്കുക. കാര്യം എന്താ? കുട്ടികൾ മൈനർ ആയതുകൊണ്ട് കുട്ടികൾക്കെതിരെ കേസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്
ഇവര് അടി വന്ന ഈ പറഞ്ഞു കൊടുത്ത് സ്ക്രൂ ചെയ്യുന്നവര് ഫസ്റ്റ് ഓടിപ്പോയി വീട്ടിൽ സേഫ് ആയിട്ടിരിക്കും. പിള്ളേർക്കാണ് അടി കൊള്ളുള്ളൂ, അല്ലെ പിള്ളേരുടെ ഇമേജിനെയാണ് ബാധിക്കുള്ളൂ. പാരന്റ്സ് ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കളെ വഴിക്കോടെ പോണ വല്ലവരും അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്ന പേരിന് വരെ അപമാനമായി തീരുന്ന കുറെ ഡാൻസ് ടീച്ചേഴ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ പറയുന്നത് കേട്ട് നിങ്ങളുടെ മക്കളെ ഇറക്കി വിടരുത്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. വർഷങ്ങളോളം ഈ വീഡിയോ ഇങ്ങനെ ഓൺലൈനിൽ തന്നെ ഉണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് കുറ്റബോധം തോന്നിക്കഴിഞ്ഞാൽ ഇതിനെ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും തന്നെ ചിലപ്പോ പറ്റിയെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതൊരു നെഗറ്റീവ് ഇമേജ് ആയിട്ട് സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ, നമുക്ക് വേണം, നമുക്കുള്ളൊരു അവകാശമുണ്ട്. എന്താണ്? ജഡ്ജസിനെ തല്ലാനോ കലാപകാരികളാവാനോ ഗുണ്ടകളാകാനോ അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അവകാശമുള്ളത് നിങ്ങളുടെ കറക്ഷൻസ് അറിയാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവകാശമുണ്ട്. എല്ലാവരും കൂടി അധികൃതരോട് പറഞ്ഞ്, നിങ്ങളെ പഠിപ്പിച്ച ഡാൻസ് ടീച്ചേഴ്സും, ഇപ്പൊ എനിക്ക് ഡാൻസിനെ കുറിച്ചാണ് പറയാൻ അറിയുള്ളൂ, അതാണ് ഡാൻസ് എടുത്ത് പറയുന്നത്. എല്ലാ ഇവന്റ്സിനും പഠിപ്പിച്ച ആ ഗുരുവും സ്കൂളിന്റെ അധികൃതരും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നമ്മളുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനും നമ്മുടെ CM-നും ഒരു ലെറ്റർ എഴുത്. അത് ഒരു അപേക്ഷയായിട്ട് അയക്കുക. എല്ലാവരും കൂടി അങ്ങ് അയക്കി. ഞങ്ങൾക്ക് ജഡ്ജ്മെന്റ് കഴിയുമ്പോൾ ഞങ്ങളുടെ കറക്ഷൻസ് ആ ജഡ്ജസിൽ നിന്ന് അറിയാനുള്ള ടൈം വേണ്ടേ? ഇത് ജഡ്ജസിന് പറയാമെന്ന് തീരുമാനിച്ചാലും ഇതിനൊരു ഇപ്പൊ തന്നെ പാതിരാത്രിയാണ് തീരുന്നത്. ഇത് റിവ്യൂ കൂടി ഓരോരുത്തരെ പറഞ്ഞു കഴിയുമ്പോൾ എത്ര സമയമെന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ കറക്ഷൻസ് അറിയണം, അത് നമ്മളുടെ അവകാശമാണ്. അതിനു വേണ്ടി നിയമത്തില് അല്ലെങ്കിൽ മാനുവലില് മാറ്റം വരുത്തണം. അതിന് നിങ്ങൾ എല്ലാവരും ഒറ്റ കൈയായിട്ട്, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ ഒറ്റക്കെട്ടായി എല്ലാവരും എഴുതും. നമ്മളുടെ CM-നും നമ്മളുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നമ്മളുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനും എഴുതിയിട്ട് ഇങ്ങനൊരു പുതിയ തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ. അതായത് കറക്ഷൻസ് അറിയാനുള്ള അർഹത ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സ്കൂൾ ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, ഫീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, ഞങ്ങൾക്കത് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പുതിയൊരു നിയമത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് സമാധാനമായി മുന്നോട്ട് പോകും. നമ്മൾ കുട്ടികളുടെ ഉത്സവമാണ് നടത്തുന്നത്, അല്ലാണ്ട് അടിച്ചു തീരാൻ ഇവിടെ ഒരു ഗുണ്ടകളെ വളർത്തുകയോ അല്ലെങ്കിൽ ഇടിയുടെ ഒരു മത്സരമൊന്നല്ല നടക്കുന്നത്. ഇടിച്ച് തീരാനായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത്. വേണ്ട നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കണം. ഇല്ലെങ്കിൽ കുട്ടികളുടെ പ്രായം പോലും അറിയാണ്ട് അവരെന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് സംഭവിച്ചതിന് ശേഷം പിന്നെ അതിനെന്തായിരുന്നു പ്രതിവിധി എന്ന് ചോദിച്ചു വന്നിട്ട് കാര്യമില്ല. കുട്ടികളുടെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ വക പ്രവണത ആര് ചെയ്താലും അവരെയാണ് പണിഷ് ചെയ്യേണ്ടത്. അവരെ പിടിച്ച് അവർക്ക് നല്ല ശിക്ഷ കൊടുക്കാനുള്ള നിയമം കൊണ്ടുവരണം, ഇവരെ സ്ക്രൂ ചെയ്ത് വിടുന്നതിന്. അതിനു വേണ്ടിയിട്ട് സ്കൂൾ അധികൃതരും ഇവരെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരും എല്ലാവരും നടത്തുന്ന പ്രോഗ്രാം കമ്മിറ്റിയുടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഇവിടെ ഒരു കലാപഭൂമിയാക്കാനായിട്ട് അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.